ശ്രീ തങ്കരാജൻ, ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല എന്നുള്ളത്, അതായത് അച്ഛനും അമ്മയൊന്നും അറിയുന്നില്ല ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. പിറ്റേ ദിവസം ആണ് അവർ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അതെ 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 എന്ത് അനാവസ്ഥയാണ്. ഇത്രയും ദൂരം ഇത് അവർക്ക് അറിയിക്കേണ്ട ഒരു ഇതില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായുണ്ട്. അമ്മയാണെങ്കിൽ കിടപ്പിലായി, അച്ഛനാണെങ്കിൽ അസുഖം ഇതായി നിൽക്കുക. തീരെ അവരൊക്കെ എന്തോ ഞങ്ങൾക്ക് എന്തോ പറയാമെന്ന് അറിഞ്ഞൂടാ. നാളെ ഇനിയിപ്പോൾ ഇന്ന് അവിടെ നിന്ന് 8:30-ക്കുള്ള ഫ്ലൈറ്റിൽ തിരിക്കുകയാണ്. എന്തെല്ലാം ഇതൊക്കെ കൂടി ആഗ്രഹങ്ങളോട് പഠിക്കാൻ പോയ ഒരു പയ്യനാണ്. 7 വർഷം കൊണ്ട് ഒരങ്ങോട്ട് ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ പറയാൻ വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, സത്യം പറയാം. ആ അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. നിങ്ങൾ ചാനലുകാർ ഇങ്ങനെ ഇതൊക്കെ മാധ്യമങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കുന്നത്. ഭരണകൂടത്തിനൊന്നും ഇത് കഴിയുമ്പോൾ വേറൊരു ഇത് വരും. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ അങ്ങ് പോകും. 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ആരും അറിയാം. പഴയതുപോലെ തന്നെ ഇവരെ ഇഷ്ടം പോലെ കുട്ടികളെ ഇത് ചെയ്ത് കോച്ചിങ് ക്ലാസ് സെൻ്റർ എന്നും പറഞ്ഞിട്ടൊക്കെ വെച്ചു. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ സിനിമാ പ്രേമിയായിരുന്നു നെവിൻ അല്ലേ? അതായത് ഇപ്പോൾ JNUവിൽ വിഷ്വൽ ആർട്സിലാണ് PhD ചെയ്തുകൊണ്ടിരുന്നത്. 2017 വരെ ഇന്റർനെറ്റ് മൂവി ഡേറ്റാബേസിൽ ഫിലിം ക്രിട്ടിക് ആയിരുന്നു. അങ്ങനെ പല താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുട്ടി കൂടിയായിരുന്നു. അതെ അതെ വളരെ സൗമ്യനും മര്യാദയുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആർക്കും ഇതുവരെ എൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്തത്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഔദ്യോഗികമായി അവിടെ നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടോ? അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയാമോ? കുടുംബവുമായി അത് ബന്ധപ്പെട്ട് അവരറിയുന്നത്, അവർ 28-ാം തീയതി ചർച്ചിലായിരുന്നു. ചർച്ചിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് 10:30-ക്ക് 11 മണിക്ക് ശേഷമാണ് അവർ ഈ ന്യൂസ് അറിയുന്നത്. അതും വ്യക്തമായിട്ടൊന്നുമല്ല, ഇങ്ങനെ കാഷ്വാലിറ്റിയിലാണെന്നാണ് അറിയിച്ചത്. ആദ്യത്തെ അറിയിപ്പ് വന്നത് കാഷ്വാലിറ്റിയിലാണ്, നെവിൻ കാഷ്വാലിറ്റിയിലാണ് എന്നാണ് അറിഞ്ഞത്. പിന്നീട് ഈ മാധ്യമങ്ങൾ വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ഇതായി മരണപ്പെട്ടു പോയി എന്നുള്ളത് അറിഞ്ഞത്. മാധ്യമങ്ങൾ മുഖാന്തരമാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അത്ര വേദനയായിപ്പോയി. അതെ, നെവിൻ്റെ മൃതദേഹം ഏതാണ്ട് 1 മണിക്ക് ശേഷമോ മറ്റോ ആണ് അവിടെ നിന്ന് കണ്ടെത്തിയത് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതായത് 3 പേരെ കാണാനില്ല എന്ന് തിരിച്ചറിഞ്ഞത് തന്നെ വളരെ വൈകിയാണ്. പിന്നീട് ഇത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഫോണിലേക്ക് വിളിക്കുന്നു, മറുപടിയില്ല. അതിനുശേഷം ആദ്യം 2 പെൺകുട്ടികളുടെ മൃതദേഹമാണ് കിട്ടുന്നത്. പിന്നീടാണ് വളരെ വൈകി 1 മണിക്ക് ശേഷം നെവിൻ്റെ മൃതദേഹം കിട്ടിയത്. അതിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് അവർ നേരിട്ട വെല്ലുവിളികൾ അതൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അത് ശരിയാ. ഇത്രയും വലിയ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഇവിടെ അതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച്. ഇത്രയും രാജ്യത്തിൻ്റെ തലസ്ഥാനത്തും ഇതാണ് അവസ്ഥയെങ്കിൽ ഈ കുട്ടികളുടെ കാര്യം എന്താ ഭാവിക്കും? വെറുതെ അല്ല കുട്ടികളെല്ലാം വിദേശത്തോട്ടങ്ങ് പോകുന്നത്. ഇതിപ്പോൾ ഈ PhD-യുടെ ഒരു അവസാന അത് തീസിസ് സമർപ്പിക്കാനുള്ളൊരു തിരക്കിൽ കൂടിയായിരുന്നോ നെവിൻ? അതെ, അതിൻ്റെ ഇതിലായിരുന്നു. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് വിളിക്കാറുണ്ടായിരുന്നു. ഇനി 2 ദിവസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു അവിടെ ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ 25-ഓ 26-നോ കൊണ്ടാണെന്ന് അവിടെ ജോയിൻ ചെയ്തതെന്നാണ് അറിവ്, ഈവനിങ് ക്ലാസ്സിന് വേണ്ടിയിട്ട്.